നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഈ കരിപ്പെട്ടി ഉപയോഗിക്കാം. ഷുഗർ പേഷ്യൻസിന് സുഖമായി കഴിക്കാം. ഈ കരിപ്പെട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ചുണ്ണാമ്പ് ചട്ടിയിൽ ആഡ് ചെയ്യും. അതിന് പ്രോപ്പർ അളവുണ്ട്. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഏകദേശം 20 ലിറ്റർ പതനെയാണ് കുറുക്കിയിട്ട് വെറും 5 കിലോ കരിപ്പെട്ടി കിട്ടിയത്. ഇത് കഴിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കരിപ്പെട്ടി ഒറിജിനൽ അല്ലയോ എന്നൊരു സംശയം വരുന്നത്. നമ്മളിതിന് മുമ്പ് കള്ളിന്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇറക്കുന്ന കള്ള് ഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേസ്റ്റ് തന്നെയാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതായത് നമ്മൾ ചുക്ക് മുട്ടായി പറയില്ലേ, അതേപോലെ ഇത് ചുക്ക് കരിപ്പെട്ടിയാണ്. അപ്പോൾ ഒരുപാട് നേരം 2 മണിക്കൂറോളം ചേച്ചി ചോട്ടത്ത് തന്നെ നിന്നിട്ട് ഇത് കുറുക്കിക്കൊണ്ടേയിരിക്കും. ഓ ഓക്കെ, ഞാൻ വിചാരിച്ചു വെറുതെ തട്ടുകയാണ്. അല്ല, ശരിക്കും തട്ടുകയാണ്. സ്ഥിരമായി കരിപ്പെട്ടി ചായ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സായൽഗുഡിയിലാണ്, തൂത്തുക്കുടിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ നിൽക്കുന്നത് ഏക്കർ കണക്കിന് വലിപ്പമുള്ള ഒരു പനമരത്തോട്ടത്തിലാണ്. അതെല്ലാം കരിമ്പനകളാണ്. നമ്മളിപ്പോഴും പറയാറുണ്ട് കരിമ്പനകളുടെ നാടാണ് പാലക്കാട് എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിനേക്കാളും കൂടുതൽ കരിമ്പനകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നമ്മൾ സാധാരണ കള്ളൊക്കെ ചെത്തുന്ന പോലെ ഇവിടെ ഒരു ചേട്ടനാണ് പനയിൽ കയറി ഇത് ചെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അണ്ണാ ഉங்க പേര്? முத்துராஜ். ஓகே, நீங்க எத்தனை வருஷமா இந்த வேலை செஞ்சுட்டு ஒரு 30 வருஷமா அந்த தொழில் பண்றோம். 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേട്ടനാട്ടോ ഇത്. ഈ ഒരു പനയിൽ കയറിയിട്ട് ഇത് നമ്മൾ ചെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഷാർപ്പാക്കിയിട്ടുള്ള കത്തിയാട്ടോ ഇത്. നമ്മൾ ഓരോ തവണ പന ചെത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ഷാർപ്പ് ചെയ്യും. കള്ളിയത്തിൻ്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ റിസ്ക് ഉള്ളൊരു ജോലിയാണ് ഈ തെങ്ങ് കയറ്റം അല്ലെങ്കിൽ ഈ പന കയറുന്നത് പറയുന്നത്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ജോലി ഈ ചേട്ടൻ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നേരെ ഇനി പനയുടെ മേലെ കയറി അത് ചെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കയറി കാണുന്ന കാഴ്ചകൾ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഒരു കരിപ്പെട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കള്ള് ചെത്തുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഈ പനയിൽ കയറുന്നു, പനയുടെ പനങ്കൊല നമ്മൾ നല്ല രീതിയിൽ ചെത്തി എടുത്തിട്ട് അതിൽ നിന്ന് വീഴുന്ന ആ ഒരു കള്ളിന് തന്നെയാണ് നമ്മൾ കരിപ്പെട്ടിയാക്കി മാറ്റുന്നത്. നമ്മൾ ഈ പനയിൽ നിന്ന് വീഴുന്ന ആ ഒരു കള്ളാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചട്ടിയിൽ നല്ല രീതിയിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്യും. അപ്പോൾ ചുണ്ണാമ്പുമായിട്ട് നമ്മൾ ഈ വരുന്ന കള്ള് ഫെർമെൻറ്റേഷൻ നടക്കാത്തതുകൊണ്ട് നമുക്കത് തെളിഞ്ഞ രീതിയിൽ വരുന്ന വെള്ളമായിട്ട് നമുക്ക് കിട്ടും. മാത്രമല്ല ഇത് നമ്മൾ ചെത്തി ഇറക്കുന്ന ഇതിൻ്റെ പേര് പറയുന്നത് പതനി എന്നാണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ ഈ ചുണ്ണാമ്പൊന്നും തേക്കാത്തതുകൊണ്ട് അത് കള്ളായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ശുദ്ധമായിട്ടുള്ള കരിപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പതനി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഇറക്കിയിട്ട് ഇത് നമ്മൾ ഷെഡിൽ കൊണ്ടുപോകും. ഷെഡിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ മറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. പനിയിൽ നിന്ന് ഫ്രഷായി ചെത്തിയെടുത്ത് വന്നിട്ടുള്ള പതനിയാണ്. അപ്പോൾ ഇത് നമ്മൾ കള്ളിൻ്റെ കളർ തന്നെയാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ തെളിഞ്ഞു വരും. നമ്മളിപ്പോൾ ചെത്തി ഇറക്കിയിട്ടുള്ള പതനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെ നമ്മൾ നല്ല പനയോല കൊണ്ട് നല്ല രസമായിട്ടുള്ളൊരു കുമ്പിൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി പതനി വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. മോനെ ഒരു രക്ഷയില്ല, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ, നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട് സാധനം. അപ്പോൾ ഈ ഒരു പതനിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പ് ഇടുന്നതുകൊണ്ട് അത് ഫെർമെൻറ്റേഷൻ ആവില്ല, നമ്മളിങ്ങനെ തെളിഞ്ഞ് തന്നെ കിടക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള മധുരം കൂടി ഉണ്ടാവും. നമ്മൾ തമിഴ്നാട്ടിൽ ഈ ഒരു കരിമ്പന തോട്ടത്തിനകത്ത് വന്ന് അതിനകത്ത് താമസിക്കുന്ന ഒരു കുഞ്ഞ് ഹട്ടാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഈ ചേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ അവർ ഈ പനയിൽ ചെന്ന് ചെത്തി ഇറക്കിയിട്ടുള്ള ഫ്രഷ് പതനിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇത് കുടിക്കുമ്പോൾ തന്നെ നല്ല പ്രത്യേക ആംബിയൻസ് ആട്ടോ, ഒരു രക്ഷയില്ല. കാരണം എന്താണെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് ചെന്ന് അവരുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ടുള്ളൊരു ഫീൽ തന്നെയാണ്. നല്ല രീതിക്ക് ചെത്തി ഇറക്കിയ പതനി ഇതേ കൊണ്ടുവന്ന് രണ്ടാവിലെ ഒഴിച്ചു, തീ വെച്ചു, ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചൂട് എനിക്ക് നന്നായി ഫീൽ ആവുന്നുണ്ട്. മാത്രമല്ല ഒരു ചെറിയൊരു മണവും വരുന്നുണ്ട്. അതായത് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പതനി ഡയറക്റ്റായി വന്ന് ഈ തീയിൽ വെച്ച് ഇങ്ങനെ കുറുക്കി ആവുമ്പോഴാണ് ഈ കരിപ്പെട്ടിയായി മാറുന്നത്. പനശർക്കര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ലൈവായിട്ട് ചൂടോടെ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഉരുണ്ട ആവുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണ്
അവർ പറയുന്നത്. അപ്പോൾ എടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിൽ നിന്ന് വളരെ സ്പീഡിൽ തന്നെ ചട്ടി എടുത്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ തുണിയൊക്കെ സെറ്റാക്കി ചിരട്ടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കരിപ്പട്ടി കണ്ടിട്ടുണ്ടാവും, ഒരു ചിരട്ടൻ്റെ ഷേപ്പിലാണ് ആ സാധനം ഉണ്ടാവുക. അപ്പോൾ ആ ഷേപ്പ് ചിരട്ടിയിൽ ഒഴിച്ചിട്ടാണ് വരുത്തുന്നത്. ഇതെല്ലാം പ്രോസസ്സ് വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോകും. ഇതേ കരിപ്പട്ടിയൊക്കെ ചിരട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തെടുക്കാം. പതനി ഉപയോഗിച്ച് പ്യുവറായിട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയതേ കരിപ്പട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഹോൾ കണ്ടില്ലേ, ഈ ഹോളിൽ പിടിച്ചൊന്ന് തട്ടിയ സാധനം കയ്യിൽ വന്നു. നിറയെ ആരോഗ്യ ഗുണമുള്ളൊരു സാധനമാണ് ഈ കരിപ്പട്ടി. അപ്പോൾ അതായത് ഗർഭിണിയുള്ളവർക്ക് കഴിക്കാറുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, മാത്രമല്ല വയറ്റ് പുണ്ണുള്ളവർക്കും കഴിക്കാൻ കൊടുക്കാറുണ്ട്, മാത്രമല്ല ഷുഗർ ഉള്ളവർക്ക് ഇത് ധൈര്യമായി കഴിക്കാമെന്നാണ് പറയുന്നത്. ഏകദേശം 20 ലിറ്റർ പതനെയാണ് കുറുക്കിയിട്ട് ഇതേ വെറും 5 കിലോ കരുപ്പട്ടി കിട്ടിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് INR കരുപ്പട്ടിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇതിൻ്റെ സ്റ്റാഫ് ഉണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. அக்கா எவ்வளோ வெரைட்டி கருப்பட்டி இருக்குங்க? இங்கே வந்து பழைய கருப்பட்டி, புது கருப்பட்டி, சுக்கு கருப்பட்டி, பேபி கருப்பட்டி, கற்கண்டு, அப்புறம் ஆயுர்வேத கருப்பட்டி அப்படின்னு சொல்லிட்டு நிறைய வெரைட்டி. மொத்தம் 16 டைப் ஆஃப் கருப்பட்டியில் மட்டுமே 16 டைப்ஸ் வந்து நாங்கள் டெலிவரி பண்ணிக்கிட்டு இருக்கோம். 16 டைப் கருப்பட்டி உண்டு. ஆமாம், இதுதான் பழைய கருப்பட்டி. உடையாது, ரொம்ப ஸ்ட்ராங்காக இருக்கும். இருப்பு கருப்பட்டி அப்படின்னு சொல்லுவாங்க. இதை வந்து புதுசாக மேக் ஆகிற கருப்பட்டியை வந்து ஸ்டோர் பண்ணி வச்சு ஒரு டெம்பரேச்சரில் ஹீட் பண்ணணும். ஹீட் பண்ணி அதை வந்து ஸ்டோர் பண்ணி வச்சுக்கிடுவாங்க. அதை வந்து நம்ம பல காலங்களுக்கு யூஸ் பண்ணிக்கலாம். இது வந்து சுக்கு கருப்பட்டி. இதில் வந்து நிறைய பெனிஃபிட்ஸ் இருக்குது. நம்ம முக்கியமாக என்ன சொல்லணும்னா ஜீரணத்துக்கு வந்து இதை சாப்பிடலாம். അതായത് ഇവിടെ ചുക്ക് കരുപ്പട്ടി ഉണ്ട്, അതായത് ചുക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഡൈജഷന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ஆயுர்வேத கருப்பட்டி இதில் வந்து 16 விதமான ஆயுர்வேத பொருட்களை வந்து இதில் கலந்து செய்கிறோம். കരുപ്പട്ടി പൊടിച്ചു കൊടുക്കുകയല്ല അവർ ചെയ്യുന്നത്. അതായത് മേക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനെ കോലുകൊണ്ട് കുത്തി കുത്തി ശരിക്കും പൗഡർ ആക്കും. അത് മേക്കിങ്ങിൽ തന്നെ പൗഡർ ആക്കുകയാണ്, അല്ലാതെ ഉണ്ടാക്കിയിട്ട് പിന്നെ പൊടിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. அப்புறம் கருப்பட்டியில் பெனிஃபிட் எல்லாம் என்ன? கருப்பட்டியில் வந்து நிறைய விதமான பெனிஃபிட்ஸ் இருக்குது. சர்க்கரை நோயாளிகளுக்கு வந்து அதிக அளவில் கொடுத்தாலுமே எந்த ஒரு பிரச்சனையுமே வராது. நம்ம இந்த இந்தியா சைட் ஷுகர் இருக்குல்ல, ஷுகருக்கு பதிலாக கம்பைனாக இதை வந்து யூஸ் பண்ணலாம். അതായത് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഈ കരുപ്പട്ടി ഉപയോഗിക്കാം. മാത്രമല്ല ഷുഗർ പേഷ്യൻസിന് സുഖമായി കഴിക്കാം, ഒരു പ്രശ്നമില്ല. പഞ്ചസാര കഴിക്കുന്നിടത്ത് നമുക്ക് ഈ കരുപ്പട്ടി കഴിക്കാം. നമ്മുടെ കൂടെ INR കരുപ്പട്ടിൻ്റെ ഓണർ പഴനിസ്വാമി സാറുണ്ട്. സാർ നമസ്കാരം. அப்போ சார் எப்படி இந்த தொழிலுக்கு வந்தீங்க? எவ்வளோ நாளாக பண்ணிட்டு இருக்கீங்க? இந்த தொழில் வந்து எங்கள் முன்னோர்கள் வந்து 60 இயருக்கு மேலேயே பயங்கரமாக பண்ணிட்டு இருந்தது. எங்கள் அப்பா காலத்தில் வியாபாரம் ஆரம்பிச்சாச்சு. അതായത് സാറിൻ്റെ അച്ഛൻ്റെ കാലത്ത് ഈ കരുപ്പട്ടി ബിസിനസ് ചെയ്തു തുടങ്ങിയതാണ്. சார் இது எப்படி ஜனங்களுக்கு ஆர்டர் பண்ணுறது? அப்புறம் INR வெப்சைட் இருக்குது, வெப்சைட்லேயும் நீங்கள் வாங்கிக்கலாம். அதுபோக நீங்கள் ஃபோன் ஆர்டர் பண்ணாலும் பண்ணிக்கலாம். ഉലകം മുഴുവൻ എங்கே വേണമെങ്കിലും അനുപ്പിച്ച് വെക്കും. ആക്ച്വലി ഇന്ത്യൻ്റെ പുറത്ത് ഓർഡർ ചെയ്താലും എത്തും. അതേപോലെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ 2 to 3 ഡേയ്സിൽ ഡെലിവറി ചെയ്യുന്നതാണ് പറഞ്ഞത്. മാത്രമല്ല ഈ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു നല്ല രസകരമായ കരുപ്പട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.